അബി, എന്താ അബി ഇത്? കുറച്ചെങ്കിലും ബോധം വേണ്ടേ? നീ മൂത്ത കുട്ടിയല്ലേ? കാശിമോന്റെ ആഹാരം എടുത്താണോ കഴിക്കുന്നത്? അവന്റെ ഫുഡിന് നല്ല ടേസ്റ്റാ, അതുകൊണ്ടാ ഞാൻ എടുത്ത് കഴിച്ചേ. എടി, അത് അവൻ ഉണ്ടാക്കി വെച്ച അമൃതം പൊടിയല്ലേ? അത് അവന് കിട്ടേണ്ട പോഷകാഹാരമാണ്. എന്താ നീ കാണിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അവന് വെച്ച എല്ലാ സാധനങ്ങളും എടുത്ത് കഴിപ്പാ അവിടെ ജോലി. അവനൊന്നും വെച്ചേക്കണ്ടേ? അതൊക്കെ എനിക്കും കൂടി ഉള്ളതല്ലേ. അല്ല, നിനക്കും കുഞ്ഞിനെ ഇതൊക്കെ തന്നാ വളർത്തിയത്. ഇനി ഇങ്ങനെ ചെയ്താ നല്ല അടി തരും. അമ്മൂമ്മ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു അമ്മൂമ്മ. കഴിഞ്ഞ ആഴ്ച ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിന്റെ റിസൾട്ട് വന്നു. എനിക്കാ ഫസ്റ്റ്. കാശി എവിടെ? അവൻ അമ്മയുടെ അവിടെ റൂമിലുണ്ട്. ഉറക്കോ? അതൊന്നും എനിക്കറിയില്ല. ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. കവറിൽ എന്താ? എനിക്കുള്ള മുട്ടായിയാണോ? അതൊന്നുമല്ല, ഇത് കാശിക്ക് കൊടുക്കാനുള്ള കുറച്ച് ആഹാര സാധനങ്ങളാണ്. കാശി മോനാ നിന്റെ ഐശ്വര്യം. അമ്മൂമ്മേ, എനിക്ക് ഫസ്റ്റ് കിട്ടിയതിന് മുട്ടായി വാങ്ങി തരുന്നില്ലേ? മിഠായിയാ? മാളു, ഇവളെന്താ ഇങ്ങനെ? ഇവള് വലുതായി ഒരു ചേച്ചിയായ വിവരം ഇവള് അറിഞ്ഞിട്ടില്ലേ? ഞാൻ എന്ത് ചെയ്യാനാമേ? എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അവൾ ഇപ്പോഴും വിചാരിക്കുന്നത് അവൾ കുഞ്ഞാണെന്ന്. മോള് അടുക്കളയിൽ പോയി അമ്മാമ്മയ്ക്ക് കുറച്ച് തണുത്ത വെള്ളം എടുത്തോണ്ട് വാ. ചെല്ലബി, നിൽക്ക് മോളെ. ഈ കവർ കൂടെ അടുക്കളയിൽ വെക്ക്. കാശിക്ക് കുറുക്കാനുള്ള പൊടികളാണ് ഇതില്. ഇങ്ങ് തന്നേരമ്മേ. ഇത് അടുക്കളയിൽ ചെല്ലുന്നതിന് മുമ്പേ അവളുടെ വയറ്റിൽ പോകും. ഇത് ഞാൻ വെച്ചോളാം. അതെന്താ അങ്ങനെ? അവന്റെ ആഹാരം കട്ടുതീറ്റിയാണ് അവളുടെ മെയിൻ ജോലി. അവനൊന്നും കാണത്തില്ല. നീ കാശിയുടെ രണ്ടാമത്തെ അമ്മയല്ലേ? ചെല്ല്, അമ്മാമ്മക്ക് ഇത്തി വെള്ളം എടുത്തിട്ട് വാ. കാണുവാണല്ലോ. വല്ല പഠിച്ചാ? പഠിച്ചിട്ടാ വാങ്ങ. പഠിച്ചു. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. നോക്ക്, പുതിയ ഡ്രസ് അമ്പലത്തിൽ പോകുമ്പോ ഇടാൻ. എന്താ അച്ഛനോട് ഇത്ര സ്നേഹം? മാളു, ഇതേ മോനും കൂടെ ഇടാനുള്ള ഡ്രസ്സാ. എന്താ ദേവേട്ടാ, ഞാൻ അവന് മാത്രം എടുത്താ മതിയെന്നല്ലേ പറഞ്ഞേ? ഇവൾക്ക് ഈ ഓണത്തിനല്ലേ എടുത്തത്. അതെന്താ അവക്കും കൂടെ എടുത്താ? 2 പേർക്കും കൂടെ എടുക്കുന്നതാണ് ശരി. ഇവിടെ വേർതിരിവ് വേണ്ട മാളു. ഇവളല്ലേ നമ്മുടെ ആദ്യത്തെ കൊച്ച്. ആദ്യത്തെ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ പണി എന്താണെന്നറിയോ? കാശിമോന്റെ ആഹാരം കട്ടുതീറ്റിയാണ്. ആണോ മോളെ? അല്ല അച്ഛാ, അവന്റെ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാ എടുത്ത്. കേട്ടില്ലേടി? ഇതിനൊക്കെയാണ് നീ കൊച്ചിനെ കള്ളി എന്ന് പറയുന്നത്? അവൾ ഏട്ടന്റെ സപ്പോർട്ടിലായി ഇങ്ങനെ വഷളാവുന്നത്. പിന്നെ മോനോടെ അവൻ റൂമിൽ കളിക്കുന്നു. മല്ലു ഒറിജിനൽ സീരീസിന്റെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. എന്റെ പേര് ശിവറാം. ഞങ്ങളുടെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് സുപരിചിതനായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചെറിയ ഗിവ് അവയുടെ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്റെ ഈ വീഡിയോ. നമ്മുടെ വ്യൂവേഴ്സിന്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള വ്യൂവേഴ്സിന് ഇന്നു മുതൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കമന്റുകളിൽ ഏറ്റവും സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള കമന്റും പോപ്പുലർ ആയിട്ടുള്ള കമന്റും സെലക്ട് ചെയ്ത് അതിന് ഞങ്ങൾ ഗീവ് അവേ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചാനൽ 80,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിന്റെ അന്ന് ഇന്ന് തൊട്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്ന വീഡിയോസിൽ നിന്ന് ഏറ്റവും നല്ല കമന്റ്സ് നമ്മൾ ചൂസ് ചെയ്യുകയും അവർക്ക് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഗീവ് അവേ നൽകുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്കായി ഒരു നല്ല ഗീവ് അവേ കാത്തിരിക്കുന്നതാണ്. നീ ഇന്നും രാത്രി ഉറങ്ങത്തില്ലടാ? പകല് മൊത്തം കിടന്ന് ഉറങ്ങിയിട്ട് രാത്രി ഉണർന്നിരിക്കും. എനിക്ക് ഓഫീസ്. ഞാനിന്ന് നിങ്ങളുടെ കിടന്നോട്ടെ? അബി, നീ കളിക്കരുത്. അമ്മമ്മയുടെ കൂടെ പോയി കിട. അച്ഛാ പ്ലീസ്. അവൾ നമ്മളോട് കിടന്നോട്ടെ. ഏട്ടാ, അവളൊരു പെൺകുട്ടിയാ. അവൾ ഒറ്റയ്ക്ക് മാറിക്കിടന്ന് ശീലിക്കേണ്ട സമയം കഴിഞ്ഞു. അവൾ ഒറ്റയ്ക്ക് മാറിക്കിടക്കട്ടെ. അപ്പൊ കാശിയെ മാറ്റിക്കെടുത്ത്. അവനെ പോലാണോ നീ? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ പോയി അമ്മമ്മയുടെ കൂടെ കിടക്ക്. മോളെ, അമ്മ പറയുന്നത് ശരിയാ. മക്കളെ ചെല്ല്, അമ്മമ്മയുടെ കട. അബി, നിനക്ക് പുതിയ കളിപ്പാട്ടൊന്നും കിട്ടാറില്ലേ ഇപ്പൊ? പുതിയ കളിപ്പാട്ടം എല്ലാം കാശിക്ക. എനിക്ക് ഈ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒരാളായോണ്ട് കളിപ്പാട്ടവും മുട്ടായും ഉടുപ്പും ആർക്കും കൊടുക്കണ്ട, എല്ലാം എനിക്കുള്ളത്. ഇപ്പൊ എല്ലാം അവനുള്ളതാ. കുറച്ചു നാളുകളെ കഴിഞ്ഞാൽ കളിക്കാൻ പോലും വിടത്തില്ല എന്ന് അമ്മ പറഞ്ഞു.
ഗേൾസിന് അങ്ങനെയൊക്കെ തന്നെ. നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് എപ്പോഴും എവിടെ വേണമെങ്കിലും പോവാം. എനിക്ക് പെങ്കൊച്ചാവണ്ടായിരുന്നു. എനിക്ക് കാശി ആയിരുന്നാ മതിയായിരുന്നു. അതാവുമ്പോ സ്നേഹവും മുട്ടായും കളിപ്പാട്ടം ഒക്കെ കിട്ടും. ആൺകൊച്ചായ അത് മാത്രമേ ഉള്ളൂ ഗുണം. അതെന്താടാ? നീ നോക്ക്, അച്ഛൻ ജോലിക്ക് പോവും, അമ്മ വീട്ടിൽ നിന്ന് നമ്മളെല്ലാരെയും നോക്കും. അതുപോലെ ആയിരിക്കും നീ. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. നമുക്കാണെങ്കിൽ അപ്പോൾ ജോലിക്ക് പോകണം. ഒരു റെസ്റ്റും ഇല്ല. ഞാൻ നാളെ കാണില്ല. ഞങ്ങളെല്ലാരും അമ്പലത്തിൽ പോകാം. നിന്നെ കൊണ്ടുപോകും. പിന്നെ കൊണ്ടുപോവാതെ അച്ഛൻ എനിക്ക് പുതിയ ഉടുപ്പൊക്കെ വാങ്ങി തന്നു. അബി, നീ വേഗം പോയി റെഡി ആയിട്ട് വന്നേ. നമ്മൾ നാളെയല്ലേ ഗുരുവായൂർ പോകുന്നത്? ഇന്നല്ലല്ലോ. അതിന് നിന്നെ ആര് കൊണ്ടുപോകുന്ന നാളെ? നിന്നെ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതെന്ത് മാളു നമ്മൾ അവളെ കൊണ്ടുപോകാത്ത? അത് ദേവേട്ട, എന്റെ അനിയത്തി കൂടി വരുന്നുണ്ട്. അവൾക്കും ഗുരുവായൂരൊന്ന് തൊഴണമെന്ന്. അതിനെന്താ, അവരും വരട്ടെ. അതിന് മോളെ കൊണ്ടുപോയിരിക്കുന്നത് എന്തിനാ? വണ്ടി സ്ഥലം കാണത്തില്ല. ഇവളെ കൂടെ കൊണ്ടുപോയാൽ അത് നടക്കത്തില്ല. അവള് നാളെ ഏട്ടന്റെ അമ്മയുടെ കൂടെ നിൽക്കട്ടെ. അമ്മയെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എടി, ഒരു വണ്ടി കൂടെ വിളിക്കുന്ന പാടല്ലേ ഉള്ളൂ. ഏയ്, അതൊന്നും വേണ്ട. ഇവളെയും കൊണ്ട് ഒരു വട്ടം പോയതല്ലേ ഗുരുവായൂർ. അവൾ അമ്മയുടെ കൂടെ നിൽക്കട്ടെ. നീ പോയി റെഡിയായേ, അച്ഛൻ കൊണ്ടുവിടും. എന്നെയും കൊണ്ടുപോ, ഞാനും വരും. പോയി റെഡിയായി. പോകാനല്ലേ പറഞ്ഞേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒരാളായോണ്ട് കളിപ്പാട്ടവും മുട്ടായും ഉടുപ്പും ആർക്കും കൊടുക്കണ്ട. എല്ലാം എനിക്കുള്ളത്. ഇപ്പൊ എല്ലാം അവനുള്ളതാ. എന്തിനാ ചാച്ചി നോക്കണ? എടി, എന്താടി കുഞ്ഞിനെ ചെയ്തത്? ഡി, ഒരു നിമിഷം കണ്ടില്ലായിരുന്നു ആ കുഞ്ഞിനെ. എന്ത് ചെയ്തത്? കൊല്ലത്തില്ലായിരുന്നോടി? ഇത് കോരണ്ടടിപ്പിക്കുന്നോ? എന്തോടി എന്തോടി? എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ചത്തോടെ വിടടേ അവളെ. നിന്നെ വേണം തല്ലാൻ. എടി, കൊച്ചിനെ ഇങ്ങനെ ചിന്തിപ്പിച്ചത് നീയാ. ഒരു വണ്ടിക്കും കൂടെ കാശ് കൊടുത്താ ഇപ്പൊ എന്താ? വെറുതെ കുഞ്ഞിന് ആശ കൊടുത്തിട്ട് അവസാനം അവളെയും കരയിച്ചു നീ. മോൻ ജനിച്ച സമയം തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാ നിനക്ക് അവളുടെ കാര്യത്തിലുള്ള ശ്രദ്ധക്കുറവ്. ഒരമ്മ എന്ത് തന്നെ ആയാലും സ്വന്തം മക്കളെ ഒരിക്കലും വേർതിരിച്ച് കാണരുത്. അത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും. ഒരു കുഞ്ഞിന് പ്രായം കുറവാകുമ്പോൾ അതിന് കുറച്ച് കൂടുതൽ പരിഗണന കൊടുക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതേസമയം അത് എന്തുകൊണ്ടാണെന്ന് മറ്റേ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം ഒരു അമ്മയ്ക്കുണ്ട്. നീ ഈ അടുത്ത കാലത്ത് ഒരിക്കലെങ്കിലും അവളോടൊരല്പം സ്നേഹത്തോടുകൂടി പെരുമാറിയിട്ടുണ്ടോ? അവൾ എന്ത് ചെയ്താലും കുറ്റം. സ്വന്തം അനിയന്റെ ഭക്ഷണം കുറച്ച് എടുത്തു കഴിച്ചതിന് നീ അവളെ കള്ളി എന്ന് പറഞ്ഞ് വിളിച്ചില്ലേ? അപ്പോ അവന് കുഞ്ഞിനോട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണക്കാരി നീ തന്നെയാണ്. നീ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ പോയത് മോനെ മാത്രമല്ല, അവനിലൂടെ നമ്മുടെ മോളെയും കൂടിയായിരുന്നു.